അതൊക്കെ ഇരിക്കട്ടെ, ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തല്ലോ അല്ലേ? പൂജ കഴിഞ്ഞിട്ട് ആരാണ് ആശ്രമത്തിൽ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്? ഞാൻ തന്നെ പോകാലോ. അനാഥ കുട്ടികളോട് ഞാൻ തന്നെ പറയാം, ശരത് ബന്നയുടെ ആത്മാവിന് ശാന്തി കിട്ടാനായി പ്രാർത്ഥിക്കാനായി. നല്ലത്. റാണിയമ്മേ, അവിക് ബണ്ണ ഇതുവരെ താഴെ വന്നില്ലല്ലോ. പൂജ തുടങ്ങി വെക്കേണ്ടത് അവന്റെ കൈകൊണ്ടല്ലേ? അവിക് ബണ്ണ ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടേ ഇല്ല. അതുകൊണ്ട് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പൂജ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് വിളിക്കാം. അവിക് റൂമിലാണെന്നോ? ഇവരെല്ലാരും ഇവിടെയും? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴാണ് അവിക്കിനെ കാണാനുള്ള പറ്റിയ സമയം. ഇവിടുത്തെ ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാം തയ്യാറാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ പൂജ തുടങ്ങാം. ഇവൻ നല്ല ഉറക്കത്തിലാണല്ലോ. ഡ്രോയിങ് ബുക്ക്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഡ്രോയിങ് വരച്ചിട്ടുണ്ടാവോ? അയ്യോ, ഇതെന്തായി കാണുന്നത്? അവിക് ശരിക്കും എന്താ വരച്ചിരിക്കുന്നത്? വലിയ തീഗോളം, തീ, കൈ. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? ഇത് തറയില്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവിക്, നീ എന്താ വരച്ചിരിക്കുന്നേ? അവിക്, 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 നീ ഓക്കെ ആണല്ലോ അല്ലേ? താങ്ക് യു ഈശ്വര, നിങ്ങൾ എന്റെ മോനെ നന്നായി നോക്കി. ഞാൻ നീ വരച്ച ഡ്രോയിങ് കണ്ടു, പക്ഷേ ചേച്ചിക്ക് ഒന്നും മനസ്സിലായില്ല മോനെ. എന്താന്ന് പറഞ്ഞുതരോ? ഡോല മാഡം, ദീപശിഖ കൊളുത്തി കഴിഞ്ഞു. മറ്റുള്ള ദീപശിഖകളും ഉടനെ കത്തിച്ചേക്ക്. ശരി മാഡം. എന്തിനായിരുന്നു ശരത് ബന്ന ഞങ്ങളെയൊക്കെ വിട്ടിട്ട് ഇത്ര പെട്ടെന്ന് നിനക്ക് പോയത്? എന്തിനായിരുന്നു? നിന്റെ ഈ റാണിയമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീര് പൊഴിയുന്നത് നീ കാണുന്നില്ലേ? നിന്നെക്കാളും മുതിർന്ന ഞങ്ങളുള്ളപ്പോൾ നീ എന്തിനാണ് പെട്ടെന്ന് പോയത്? എന്തിനായിരുന്നു? അവിക്, നീ തീപ്പന്തമാണോ വരച്ചത്? അങ്ങനെയാണെങ്കിൽ ഇന്നലെ നീ തീപ്പന്തം കണ്ടിട്ടാണോ പേടിച്ചേ? എന്നുവെച്ചാ നീ ഉദ്ദേശിച്ചത് കത്തുന്ന തീ അല്ലേ? കത്തുന്ന തീപ്പന്തം എന്ന് വെച്ചാ? അവിക്, ഇത് ആരുടെ കയ്യാ? ഈ തീപ്പന്തം ആരെ പിടിച്ചോണ്ടിരുന്നേ? ശരി, അതൊക്കെ വിട്. ശരി, ചേച്ചി ചോദിക്കട്ടെ ഒരു കാര്യം. ഈ തറയില് നീ എന്താ വരച്ചിരിക്കുന്നത്? ഇതെന്താ? ചേച്ചി, നമ്മുടെ മമ്മിയും പപ്പയാ ഞാൻ വരച്ചു വെച്ചേക്കുന്നേ. അവിക്, നോക്ക്, നീ ഇങ്ങനെ പേടിക്കല്ലേ. നിന്റെ ചേച്ചി റോജ ചേച്ചി നിന്റെ കൂടെ തന്നെയുണ്ട്. നീ പേടിക്കേണ്ട ആവശ്യമില്ല. ചേച്ചിക്ക് നീ മനസ്സിലാക്കിത്താ. നോക്ക്, ഇതെന്താന്ന് ചേച്ചിക്ക് മനസ്സിലാക്കിത്താ. ചേച്ചി ഇതെന്താ മോനെ? അവിക്, മമ്മി പപ്പ, നീ എന്താ പറയാൻ വരുന്നത്? ഇത് മമ്മി പപ്പയാണെന്നോ? നോക്കവിക്, ഈ തീപ്പന്തം, പിന്നെ ഇവിടെ മമ്മി പപ്പയും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല മോനെ. നീ എന്താ പറയാൻ വരുന്നത്? അന്ന് സംഭവിച്ച കാര്യങ്ങളാണോ? അന്നല്ലേ നമ്മുടെ മമ്മിയും പപ്പയും? അങ്ങനെയാണെങ്കിൽ അവിക് എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അത് മമ്മി പപ്പയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബട്ട് അതെന്താ? എനിക്കെന്താ അത് മനസ്സിലാക്കാൻ പറ്റാത്തത്?
നീ ഞങ്ങളെ എല്ലാവരെയും വല്ലാതെ വിഷമിപ്പിക്കുന്നു. പക്ഷെ ജീവിതവും മരണവും ഒക്കെ എല്ലാം ഭഗവാന്റെ കൈകളിലല്ലേ. നോക്കി നിൽക്കാതെ കരയേ, ഇല്ലെങ്കിൽ ഈ വിവരം കേട്ടവർക്ക് വിശ്വാസം വരില്ല. ഈ ഒരു കാര്യം എന്റെ കൈകൊണ്ട് തന്നെ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ശരണ്യ. നീ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമാധാനം കണ്ടെത്താൻ ഒരുപാട് വിഷമിക്കേണ്ടി വന്നേനെ. പക്ഷെ നിന്റെ മരണത്തിന് ശേഷം ഞങ്ങൾ നിന്റെ ആത്മാവിന് ശാന്തി കിട്ടാനായി പ്രാർത്ഥിക്കുകയാണ് ശരണ്യ. എന്നോടൊരു കാര്യം പറ. അന്ന് തീ ഉണ്ടായിരുന്നു, അതുപോലെ തീപ്പന്തം ഉണ്ടായിരുന്നു. അന്നുണ്ടായ തീ ആ സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായതാണോ? സിലിണ്ടർ പൊട്ടിത്തെറിച്ചതല്ലെങ്കിൽ എങ്ങനെ തീ ഉണ്ടായത്? അന്ന് നീ എന്തെങ്കിലും കണ്ടായിരുന്നോ മോനെ? ആ തീ പടരുന്നതിന് മുൻപ് നീ എന്തെങ്കിലും കണ്ടായിരുന്നോ? അവിടെ എന്താ മോനെ കണ്ടേ നീ? തീപ്പന്തം വലിച്ചെറിഞ്ഞു, പൊട്ടിത്തെറിച്ചു. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാള് തീപ്പന്തം വലിച്ചെറിഞ്ഞു. അങ്ങനെയാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. പിന്നെ തീ പടർന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ മമ്മയും പപ്പയ്ക്ക് സംഭവിച്ചത് ആക്സിഡന്റ് അല്ല, അത് ആരോ ഒരാളെ കരുതി കുട്ടി ചെയ്ത തന്നെയാ. ഞാൻ പറഞ്ഞ വാക്ക് നീ അനുസരിച്ചിരുന്നെങ്കിൽ ശരണ്യ, നിന്റെ മകൻ ഇന്ന് അനാഥനായി മാറുകയില്ലായിരുന്നു. പിന്നെ ആ അവിക്ബന്ന, അവന് സംസാരിക്കാൻ കഴിയില്ല. റോജയുടെ വാക്കുകൾ ആരും കേൾക്കാനും പോകുന്നില്ല. ഇനി നീ കണ്ടോ, നിന്റെ അവസ്ഥ എന്തായി തീർന്നോ അതുപോലെ തന്നെയായിരിക്കും ഇനി അവർക്കും. ഞാനുള്ളിടത്തോളം കാലം ആ റോജയ്ക്ക് നിനക്ക് തന്ന വാക്ക് സംരക്ഷിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല. നിങ്ങൾക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ കഴിയുന്നില്ല പപ്പ. എനിക്ക് എന്റെ അനിയൻ പറയുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് എപ്പോഴൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവോ, എപ്പോഴൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു തോന്നും, അപ്പോഴൊക്കെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പപ്പ. എന്നെ സഹായിക്കാൻ ആരുണ്ടാവാ? ആരാ എന്റെ കൂടെ ഉണ്ടാവാ? ഞാനത് അവിക്കിനോട്. എന്നാ ഇത് നിന്റെ അച്ഛൻ്റെ ഫോണാ. ഇത് ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്റെ പപ്പയുടെ ഫോണ് അതെങ്ങനെ നിനക്ക് കിട്ടിയ? എനിക്ക് മനസ്സിലായില്ല. ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ? നമ്മുടെ ആൾക്കാർ മരിച്ചു പോകുന്നതിൻ്റെ വേദന എനിക്ക് നന്നായി അറിയാം. കാരണം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മ, അന്ന് ഞാൻ നിന്നെ കാറിൽ അടച്ചു വെച്ചില്ലേ, അതിനുവേണ്ടി ഞാൻ നിനക്ക് ഇതൊരു കോമ്പൻസേഷനായിട്ട് എടുത്തുകൂടെ നിനക്ക്? ഇത് നിന്റെ അച്ഛൻ്റെ അവസാന അടയാളമാ. ഇത് നിനക്ക് ഇത് നീ ഭദ്രമായിട്ട് വെച്ചോ.
മരണം ആക്സിഡന്റ് അല്ല, അത് ആരോ കരുതി കൂട്ടി തന്നെ ചെയ്തതാ.